ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നമ്മുടെ പാക്കിംഗ് വീഡിയോ, നമ്മുടെ പ്രിപ്പറേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിപ്പിന്റെ ഒരു ഷിപ്പ് ടൂർ കാണിച്ചു തരാന്നൊക്കെ. പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ കയറിയതിന് ശേഷം നമ്മള് മറ്റേ ഈ സീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നടക്കാൻ തന്നെ കുറെ സമയമായി. എല്ലാം ഒരു റൂമിലേക്ക് ഫിക്സ് ആക്കാൻ തന്നെ കുറെ ടൈം എടുത്തു. അതിനുശേഷം ഞങ്ങൾ പിന്നെ വന്നൊന്ന് സെറ്റായി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങിയില്ല എന്ന് തന്നെ പറയാം, പുറത്തേ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇത് എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് അറൈവൽ ടൈം പറഞ്ഞിരിക്കുന്നത് രാത്രി 9 മണിക്കാണ്. അപ്പൊ നമ്മുടെ പ്ലാൻ പ്രകാരം അപ്പൊ അതിന്റെ ഒക്കെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ വേറെ എടുത്തിട്ടില്ല, ഫുൾ ഉറക്കമായിരുന്നു. ഇന്നലെ രാത്രി നമ്മുടെ എസലീൻ ബേബി ഉറങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ആരും ഉറങ്ങിയിട്ടില്ല. ഇവള് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പനെ മിസ് ചെയ്തൊക്കെ ഉണ്ടായില്ല. ക്യാബിലൊക്കെ ഭയങ്കര ചൂട്. എന്താണ് അപ്പൊ ഞാൻ ആ വീഡിയോ കൂടി കാണിച്ചു തരാം. ഇവള് മോങ്ങുന്ന ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ എതിലിന്റെ പ്രശ്നം എന്നെ അയ്യോ, ഒരാൾക്ക് ബാപ്പനെ മിസ് ചെയ്തിട്ടുള്ള കരച്ചിലാണ് കൈ. ബാപ്പയ്ക്ക് രൂപ കൊടുത്തോ? ബാപ്പയ്ക്ക് മാത്രം. എസിലിൻ നമ്മ എവിടൊക്കെ പോണ്ടേ? പാവം തോന്നും. ഇതാര് ബാപ്പ ഇതാര് 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 ബൈക്കൊരു ഉമ്മായിരുന്നോ? നോക്കട്ടെ. എന്തോ ഇതാകാൻ ബാപ്പ ഉണ്ടില്ലേ? ഭയങ്കര മിസ്സിംഗ് ഇല്ല. നാളെ പിന്നെ വീഡിയോ കോൾ ചെയ്യാൻ കഴിഞ്ഞില്ലേ? എടാ എസിലിക്കുട്ടാ, ബാപ്പ നമ്മളെ വിട്ടെച്ചെങ്കില് പോയിപ്പെങ്കില് എസിലിന് എവിടെ പോണ്ടേ? ഡാർലിങ് ഇങ്ങനെ നോക്ക, മേമ എന്നെ ഉണ്ടാ നോക്ക. സെൽഫിയാണോ? മേമയെ കൂട്ടി സെൽഫി എടുക്കുക കൊണ്ടാ നോക്കട്ടെ. എതിലിനെടുത്ത സെൽഫി നോക്കട്ടെ. ಈಗ മേമ വീഡിയോനൊക്കെ നോക്കട്ടെ. കാട്ടിത്താ മേമയ്ക്ക് കാട്ടിത്താ. എന്നെ എടുത്തോണ്ടിരിക്കുന്ന ചിരിച്ചു വേഗ. ഓക്കെ, താങ്ക് യു. ചിരിച്ചു. നമ്മിനെ എല്ലാരും പോയി കിടന്നിറങ്ങാൻ കണ്ടത്. ഉറങ്ങിയാലോ? എസിലിനെയാട്ട് എസിലിൻ ഇറങ്ങോ നമ്മ നോ ബേബി. ആരെ ഫോട്ടോ കാണണോ മോൾക്ക്? ഇല്ലല്ലോ. പക്ഷേ ചൂട്. ഹലോ, ചൂട് കാരണം ഞങ്ങൾ ഡ്രസ് പോലും ഊരിയിട്ടാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ കഴുതലിങ്ങോട്ട് തിരിഞ്ഞു നിന്നൊരു ഹായ് ചൊല്ലു, എന്തെങ്കിലും ചൊല്ലു. പാപ്പ സുഖം കൊണ്ടാന്ന് പാപ്പ മിസ് യു എന്നല്ലോ.
ഇത് നമ്മളെ മിസ് യു. ഏതെങ്കിലും ഇവിടെ ഏറ്റവും ഇഷ്ടം ആരാ? ഇവിടെ ആരാ? ഇവിടെ ആരാ? റോച്ചം പോലെ അവിടെ കറണ്ട് ഫേവറേറ്റ് റോഷി. ഒരു ഹായ് പറയൂ. ഞങ്ങള് റോഷിനെ കാണാണ്ട് അനൗൺസ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ അതും കൂടി കാണിച്ചു തരാം. ആ ഫുട്ടേജും കൂടി ആഡ് ചെയ്തതില് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം അനൗൺസ്മെന്റ് പോലും വന്നില്ല. തന്നെ റോഷി വന്നു. എവിടെ നമ്മുടെ അനൗൺസ്മെന്റ്? ഒരാളവിടെ അനൗൺസ്മെന്റ് വരൂ. ബ്രോ ഇത് കാണണം. റോഷി ബ്രോ മിസ്സിംഗ് ആണ് രാവിലെ മുതൽ. ജാതകം വരെ കൊടുത്തു കളിക്കുന്നില്ല. ആ ചെക്കൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല. ഇപ്പൊ ലഞ്ച് ആണെങ്കിൽ 1 മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ആവും ക്യാൻറ്റീൻ. ആ റോഷി Your lunch is ready at London second class cafeteria. Those who wish to have it before 1 o'clock. ഓ ശരി സായിപ്പേ. ഞങ്ങള് റോഷിനെ കുറിച്ച് അനൗൺസ് ചെയ്യൂ. എന്തൊരു പ്രശ്നം. കവലത്തിൽ നിന്ന് കേറിയാതൊക്കെ കരകര സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഞാൻ പിന്നെ വിചാരിച്ചു നമ്മുടെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു റൂം ക്യാബിൻ ടൂർ കാണിക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മള് പർച്ചേസിങ്ങിന് പണ്ട് കല്യാണത്തിന്റെ പർച്ചേസിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തുള്ള ഒരു ക്യാബിൻ വ്ലോഗ്. അപ്പൊ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഞാൻ വീണ്ടും എല്ലാ സെറ്റപ്പും ഒരേപോലെയാ. അപ്പൊ വീണ്ടും ഞാൻ അത് എടുക്കുന്നില്ല. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ഞങ്ങള് പിന്നെ വന്നത് മുതലാക്കി ചായ കുടിച്ച് കൂടിയിരിക്കുകയാണ് അല്ലേ? ഇതില് നല്ല രസമുണ്ട്. ഇത് പ്രശ്നം എന്താ വെച്ചാല് എല്ലാവരുടെയും ക്യാബിൻ സെപ്പറേറ്റ് ആയിരുന്നു. ഓരോരുത്തരെ കണ്ട് പെർമിഷൻ ചോദിച്ചിട്ട് നമ്മുടെ ചേഞ്ച് ചെയ്ത് അതാണ് നൈറ്റ് ഒരുപാട് വൈകി. മറ്റേ ഇത് ഇതാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റായി വരാൻ ലേറ്റ് ആയി. പിന്നെ എല്ലാവരും ടയേർഡായി. മാത്രല്ല എനിക്ക് തോന്നുന്നു ഈ ഷിപ്പില്ലേ, നമ്മളിപ്പൊ കേറിയ ഷിപ്പ് ഒരു വേഗം പോലെ ആയിരുന്നു. എന്നുവെച്ചാൽ ടിക്കറ്റ് കൺഫേം ആവുന്നത് പിന്നെ ആ ഷിപ്പ് ഷെഡ്യൂള് തന്നെ ക്യാൻസൽ ചെയ്യും, വോയേജ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കുറെ പേര് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ ഈ നമ്മള് മീറ്റ് ചെയ്ത കുറെ പേരുടേത് ഫാമിലിക്ക് ഇൻഡിവിജ്വൽ ക്യാബിൻസ് കിട്ടി. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ. ഇവിടെ ചൂട് കാരണമായിരുന്നു ഇന്നലെ രാത്രി ഫുൾ കരഞ്ഞു. പക്ഷെ നമ്മ ആദ്യമുള്ള ആ ക്യാബിന് നല്ല ഹരമുണ്ട്. അവിടെ തണുപ്പും കൊണ്ടു ക്യാബിന്റെ പ്രശ്നമായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു ക്യാബിൻ കിട്ടിയത് ഭാഗ്യമല്ലേ. അവസാനം നമ്മുടെ 2 ബർത്ത് ഒന്നിച്ച് അത് അടിപൊളി നല്ല ചപ്പാത്തിയും ഫിഷ് ഫ്രൈ അതും കിടുവായിരുന്നു. പിന്നെ ചായ, ഇടക്കിടക്ക് ചായ. അതായത് നമ്മള് കുട്ടില് ബീരി ഇടുന്നവര് ഇടക്കിടക്ക് വീട് ചായ. ഇപ്പൊ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. സത്യം ശരിക്കും പറഞ്ഞ എൻജോയ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഷിപ്പ് അടിപൊളിയാ. ഷിപ്പ് ജേണി അല്ലെ? റെമി നല്ല ഉറങ്ങി രാത്രി. ഏതെങ്കിലും കാത്തൂന് പാട്ട് പാടി തരുക.
കാത്തു ജീന ജീന പോയ. ആ ഇത് ഇവളെ നാട്ടിന്ന് മറ്റേ ഉപദേശിച്ചൊക്കെ കേട്ടിയതായിരുന്നു. മറ്റവള് ഉപദേശിക്കുന്നുണ്ടായിരുന്നു, അതെ ജീനനെ കാണുമ്പോ പോയെന്ന് പറയരുത്. എന്നിട്ട് ജീന പോയ ജീന കാണാഞ്ഞാല് ഭയങ്കര സങ്കടം. ജീന എവിടെ ടോം ആൻഡ് ജെറി റോഷൻ പയ്യ പോകട്ടെ. ഇപ്പൊ കാത്തിന് പാട്ട് എങ്ങനെ? ആര് പറഞ്ഞു കാത്തു മ്യാവൂലി? പാട്ടിനുള്ള ഡാൻസ് ആയിട്ട് സ്റ്റെപ്പായിട്ട് ഞാനാ നിങ്ങളുടെ കാത്തു. റോഷൻ പോയ റോഷൻ എപ്പ വിടുന്ന? അയ്യോ റോഷനെ ഓട്ടിച്ചു വിടണ്ട ജീന. റോഷനെ വിട്ടെ. റോഷനെ ഇങ്ങോട്ട് ഞാൻ പോകാൻ ചൊല്ലിങ് ഇപ്പൊ ചോദിച്ചോട്ടെ. ഉറപ്പ്? ആരും പോകണം? എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം, അതാണ് അവസ്ഥ. പക്ഷെ അവിടെയാണ് ലൈറ്റ് ഉള്ളത്. ഇവിടെ എന്തോ ഇത് കേട്. ഇത് കണ്ടി നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ബാഡ് ഹാബിറ്റ്. അത് ഞാൻ കാണിച്ചു തരാം. കാണിച്ചിട്ട് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യ. നമ്മുടെ ഇവിടെയൊക്കെ കൂടിയിട്ട് ഇവിടെ എല്ലാവർക്കും യൂസ് ആവുന്ന സാധനം. പക്ഷെ കണ്ടോ എഴുതി വെച്ചിട്ടുണ്ട്, ഏതോ ഒരു തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഏതൊരു കുട്ടി കോൾമീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഇവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം നെക്സ്റ്റ് ജനറേഷന് നമ്മൾ തന്നെ യൂസ് ചെയ്യുള്ളൂ. കാര്യം ലക്ഷദ്വീപുകാർക്ക് മാത്രമേ ഇത്രയും ഹെൽപ്ഫുൾ ആവുള്ളൂ ഈ ഷിപ്പ്. എന്നാലോ ഈ ഷിപ്പൊക്കെ വന്നിട്ട് അധിക കാലമൊന്നും ആയി എന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ മുക്കിലും മൂലയിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്തിന്റെ ഇതാന്ന് അറിയില്ല. ഇതിലൊക്കെ ഫുള്ള് സോറി ആരോട്. അത് നല്ല വൃത്തിയിട്ട ഹാൻഡ് റൈറ്റിംഗ് ആണ്, പറയാണ്ട് വയ്യ. നല്ല വൃത്തിയിട്ട ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പൂവിന്റെ അടിയിൽ കായും ഐ ലവ് യു, സോറി എന്നൊക്കെ. ഭയങ്കര ഈ ഐ ലവ് യു ഒക്കെ പറയണമെങ്കിൽ ഡയറക്റ്റ് പോയി പറഞ്ഞുകൂടെ? ഫുള്ള് ഇതിലൊക്കെ ഇതൊക്കെ മെയിന്റനൻസിന് പോകുമ്പോ അവരതൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നാലും പിറ്റേത്തെ ഒരു വോയേജ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് ഇത് നോക്കിക്കേ. അവിടെ എന്തൊക്കെയാ ബിലീവ് ഇൻ യുവർ സെൽഫ്. അല്ല ഈ ഷിപ്പിലേക്ക് ഇത്രയും പെണ്ണൊക്കെ കൊണ്ടാണോ കേറുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതൊക്കെ വൃത്തികേട്. ഓ ഫുള്ള് നല്ല ബോറാണ് കേട്ടോ. ആരെങ്കിലും എഴുതുന്നവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും വിചാരിച്ചാൽ മതി, നമുക്ക് തന്നെയാണ് ഇത്. നമ്മുടെ കുട്ടികൾ തന്നെ യാത്ര ചെയ്യാൻ പോകുന്ന ഷിപ്പായിരിക്കും ഇനി. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ കുറെ കാലമായിട്ട് നമുക്ക് പുതിയ ഷിപ്പ് പോലും വന്നിട്ടില്ല. ഉള്ള ഷിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സങ്കടം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോൾ. കാര്യം ഒരു നല്ലൊരു പക്വത ഉള്ള ഒരു ബിഹേവിയർ അല്ല ഇത്. അതിലിന് അത് വെച്ചൊരു മലയാളം കവിത ഉച്ചത്തനി അതൊന്ന് വായിച്ചേ. ഇവളൊരു പാട്ടുണ്ടാക്കിയത് വെച്ച് എന്നെ കുപ്പായ ഇതിലും പോകാതെ പോകാതാ. ഇപ്പൊ നാം പൂട്ടി വിടും. ഇടുവാനാ പുതിയ കുപ്പയും പിന്നെ ഒന്നും എടുത്തേ. ഇതാരാണ് ക്ലോസ് ചെയ്യാത്തെ? സൈസ് മിറർ ഉണ്ട്. ഞാനാ നിങ്ങളുടെ കാത്തു
അപ്പോ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഒരു റൂമിലത്തെ ഒരു ഇത് കാണിക്കാന്ന് വെച്ച് എടുത്തതാണ്. അപ്പൊ വീഡിയോ പുറത്തിലത്തെ വ്യൂ കാണിക്കാന്ന് വിചാരിച്ചതായിരുന്നു. പോവാ സത്യം പറഞ്ഞ ഇതൊന്ന് ഇറങ്ങാൻ ഇന്ന് എന്തോ ഒരു മടി. ഒന്നാമത് നൈറ്റ് ഷിപ്പ് എത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും എടുക്കാല്ലേ. എന്താന്നറിയോ ഇറങ്ങാത്ത എന്താന്ന് വെച്ചാൽ ഇറങ്ങിയിട്ട് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോ നമുക്കൊരു ഒരു ഡിസീനസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാ. കപ്പലാ നമ്മ ഇറങ്ങാൻ പോണ്ടേ അവന്? ഓക്കേ 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 എതിലിനൊന്ന് ചൊല്ലു. നമ്മ ഹൈ ഞങ്ങൾ ഇറങ്ങാൻ പോവാണല്ലേ. കപ്പൽ വേണങ്ങ. അയ്യോ കപ്പൽ എങ്ങനെ കിട്ടും നമുക്ക്? അപ്പൊ ഞങ്ങള് ഇറങ്ങാൻ പോവാണ്. നമ്മള് കപ്പൽ കാണാൻ പോകാൻ മുന്നേ ഇതിലൊരു അനങ്ങാണ്ടേ. അപ്പൊ നമ്മള് എത്തിട്ടോ, കൊച്ചിയിലെത്തി. അപ്പോ ഇറങ്ങാൻ പോവാണ്. അപ്പൊ പുറത്ത് പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടൊക്കെ വരാന്ന് വെച്ചു. ഇപ്പൊ ഇതാദ്യമായിട്ടാണ് ഞാൻ എന്റെ ലൈഫിൽ ഈ രാത്രി ടൈമിൽ കൊച്ചിയിൽ എത്തുന്നത്. പൊതുവെ ഒരു ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് മാക്സിമം നമ്മൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഷിപ്പ് എടുത്തത് തന്നെ, ഡിപ്പാർട്ട് ചെയ്തത്. അപ്പൊ വേണ്ടവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ റഷ്യയൊക്കെ വരുന്നുണ്ട്. അപ്പോ ബാക്കി വിശേഷം ഇറങ്ങിയിട്ടും പുറത്ത് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളെ എല്ലാവരും ഇറങ്ങാൻ പോയി റെഡി ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ റെഡിയാണ്. അതങ്ങനെ ആക്കിയിട്ട് ഞാൻ കൊണ്ടുതന്നെ വെച്ചത്. അതങ്ങനെയാണ് ഇപ്പൊ. എന്നിതേ ജീനെ ആര് കരയുണ്ട്? അവസാനം ഞങ്ങൾ എത്തിട്ടോ. ആ കാണുന്നതാണ് കൊച്ചി. ആദ്യമായിട്ടാണ് കൊച്ചി ഇങ്ങനെ നൈറ്റ് മോഡിൽ കാണുന്നത്. ഷിപ്പ് പൊതുവെ നമ്മളൊരു ഉച്ച ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്താറുണ്ട്. ബിൽഡിങ്സൊക്കെ കണ്ടോ? ഇത്രയും ഭംഗിയിൽ കൊച്ചി ഇതുവരെ കണ്ടിട്ടുണ്ട്.
എതിലിന് എവിടെ? മൂപ്പര് ഹായ് ചോദിക്കണം. ആ ഉണ്ടല്ലേ എതിലിന് അവിടെ. ഓക്കെ, അപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങി ഇവിടുന്ന്. എവിടെയാ? എത്തിയാ? ഏത് മോനെ? റഷി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നല്ല ഫർണിച്ചർ, നല്ല ബെഡ്. ആഹാ, അപ്പേറ്റെ ദിസ് വീഡിയോ ഇസ് ഫോർ യു. അടിപൊളി. താങ്ക് യു. ഇങ്ങനെ കിടക്കില്ല നമുക്ക്. ഓ ആളപ്പം പ്ലാനും. അപ്പോൾ ഫ്രഷ് ബേബി ജാൻ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വന്നെത്തി, സെറ്റിലായിട്ടില്ല. അപ്പോൾ അത്രയാണ് നമ്മുടെ ഷിപ്പിലത്തെ ഈ ഒരു ചെറിയ വിശേഷം. ഇപ്പോൾ സമയം നോക്കിക്കഴിഞ്ഞാൽ 12 മണി കറക്റ്റ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആരും. ഇപ്പോൾ ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ നമ്മുടെ Day 1 നാളെ മുതൽ തുടങ്ങും. ബൈ ആൻഡ് ടേക്ക് കെയർ.